അല്ല, തീർച്ചയായിട്ടും വളരെ എന്താ പറയുക, രാജ്യം ശ്രദ്ധിക്കുന്ന തരത്തിൽ ഉള്ള ഒരു പ്രസ് മീറ്റായിരുന്നു. അതിനകത്ത് ഉന്നയിച്ചിരിക്കുന്ന ആക്ഷേപങ്ങൾ തെളിവടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ നമ്മൾ ഊഹാപോഹം പറയുകയല്ല. എന്താണ് ഫേക്ക് വോട്ടേഴ്സ്, ഒരാൾക്ക് തന്നെ പല സ്ഥലത്ത് വോട്ടുള്ള ആൾക്ക് അഡ്രസ്സില്ല, അങ്ങനെ ആയിരക്കണക്കിന് കേസ്. ഇപ്പം നിങ്ങൾക്കറിയാം, ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 6 സ്ഥലത്ത് കോൺഗ്രസ് ജയിക്കുന്നു, 7ാമത്തെ സ്ഥലത്തിൻ്റെ ബലത്തിൽ മൊത്തം ജയിക്കുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ തെളിവാണ് ഇന്ന് പുറത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ഇലക്ഷൻ കമ്മീഷനാണ് ഇനി മറുപടി പറയുന്നത്. ഇത് നമ്മുടെ ഒന്നും ഊഹാപോഹങ്ങളല്ല, ഇത് കൃത്യമായ ഡേറ്റയാണ്. ആ ഡേറ്റ ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിരിക്കുന്ന ഡേറ്റയാണ്. അപ്പോൾ ആ ഡേറ്റ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു പത്രസമ്മേളനം നടക്കുമ്പോൾ ഈ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് ഓത്തിൽ എന്താ പറയുക, ഇനി രാഹുൽജി ഓത്തെടുത്ത് തരണമെന്നാണ് പറയുന്നത്. അതേ ഓത്തെടുത്തൊരു എം പിയാണ്, ജനങ്ങളുടെ പ്രതിനിധിയാണ്. ആ പ്രതിനിധിക്ക് അതിൻ്റെ മാന്യത കൊടുക്കുകയും ഇതിനൊരു ഒപ്പേക്നെസ്, എവിടെയെങ്കിലും ഒരു ട്രാൻസ്പെറൻസി കുറവുണ്ടെങ്കിൽ അത് മാറ്റി കൃത്യമായി കാര്യങ്ങൾ ജനങ്ങളോട് പറയുവാൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാവണം. ഇലക്ഷൻ കമ്മീഷന് മറുപടി പറയാൻ മടിക്കേണ്ട കാര്യം എന്താ? കാരണം ഇത് അവരുടെ ഡേറ്റ, ഇതിനകത്ത് എന്തെങ്കിലും വ്യാജമായിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റായിട്ടുണ്ടോ എന്ന് അവർ പറയട്ടെ. പക്ഷേ ഇതിനകത്തൊന്നുമില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം എന്താ, 7 അടി പൊക്കമുള്ള അത്രയും വോട്ടേഴ്സ് ലിസ്റ്റ് കൊടുത്തിരിക്കുന്നു. ആ വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഡിജിറ്റൽ റെക്കോർഡ് കൊടുത്തില്ല, ഡിജിറ്റൽ വോട്ടേഴ്സ് പോൾ ലിസ്റ്റ് കൊടുത്തില്ല. ഈ പേപ്പർ ഡിജിറ്റലി വായിക്കാനും പറ്റത്തില്ല. അവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ. അപ്പം അങ്ങനെ എന്തുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഡിജിറ്റൽ വോട്ടേഴ്സ് ലിസ്റ്റ് കൊടുക്കുന്നില്ല? കൊടുക്കുന്ന പേപ്പർ വായിക്കാൻ സാധിക്കാത്ത പേപ്പറിൽ എന്ത് പ്രിൻ്റ് ചെയ്യുന്നു? ഈ ചോദ്യങ്ങൾ വളരെ പ്രസക്തമായിട്ടുള്ളതാണ്. അതിനും മറുപടി പറയുക എന്നാണ് നമ്മുടെ പ്രതീക്ഷ. കാരണം ഇലക്ഷൻ കമ്മീഷൻ്റെ മുന്നിലാണ് ചില ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു. ഈ കേരളം അടക്കം നിയമസഭാ തെരഞ്ഞെടുപ്പ് പോകാനിരിക്കുന്ന സംസ്ഥാനമാണ്, അവിടേക്ക് ഈ ആശങ്ക പ്രകടിപ്പിക്കുന്നത് കോൺഗ്രസ്? അല്ല, തീർച്ചയായിട്ടും എല്ലായിടത്തും രാജ്യത്തെ മുഴുവൻ ഇലക്ഷനുകൾക്കും ആ പ്രശ്നം വരുന്നുണ്ടല്ലോ. അതിൻ്റെ ഉത്തരം വരട്ടെ, അപ്പോൾ നമുക്ക് നോക്കാം.